വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു ദ റിവ്യൂ ഫോറം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് 10നെ കുറിച്ചാണ്. ആൻഡ്രോയിഡ് 10 ഇന്ത്യയിൽ ഏകദേശം ജാനുവരി 2020 ഇറങ്ങുക. അതിനു മുമ്പ് ഈ അപ്ഡേറ്റിൽ കാണുന്ന പ്രത്യേകം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് 10ൻ്റെ ഏറ്റവും വലിയ മാറ്റമാണ് ജസ്റ്റർ നാവിഗേഷൻ. മുമ്പുണ്ടായിരുന്ന വേർഷൻസിലെ പോലെ 3 ബട്ടൺ നാവിഗേഷനും പിക്സൽ ഫോൺ ആണെങ്കിൽ 2 ബട്ടൺ നാവിഗേഷൻ ഓപ്ഷൻ നമുക്ക് ലഭ്യമാണെങ്കിലും ജസ്റ്റർ നാവിഗേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്സും സ്ക്രീനും റീഡിസൈൻ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ അടിയിൽ നിന്നും മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ റീസെൻ്റ് ആപ്സും കൂടുതൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആപ്പ് ഡ്രോവർ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു ആപ്പിൽ നിന്നും മറ്റൊരു ആപ്പിലേക്ക് പോകാൻ ഇനി iOSലുള്ള പോലെ സ്വൈപ്പ് ചെയ്ത് പോകാം. അതേപോലെ ബാക്ക് പോകാനും സ്ക്രീനിനെ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതിയാകും. ഇത് വിഷ്വലി നല്ലൊരു ഫീച്ചറാണ്, കാരണം ഇപ്പോൾ ഫുൾ സ്ക്രീൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ആക്സസ് ചെയ്യാൻ ഇനി റൈറ്റ് കോർണറിൽ നിന്നും ഉള്ളിലേക്ക് സ്വൈപ്പ് ചെയ്യണം. ഓട്ടോ റൊട്ടേഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ മാനുവൽ റൊട്ടേഷനിന് സ്ക്രീനിൽ ഇതുപോലെ ചെറിയ ഫ്ലോട്ടിംഗ് ബട്ടൺ കാണാം. ഇതെല്ലാം നല്ലതാണ്, പക്ഷേ ബേറ്റ വേർഷനിൽ കാണാൻ കഴിഞ്ഞത് ബാക്ക് പോകാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും പ്ലേ സ്റ്റോർ പോലത്തെ സ്ലൈഡിംഗ് മെനു ഉള്ള ആപ്പുകളിൽ ബാക്ക് പോകാതെ ആപ്സ് സ്വൈപ്പ് ആവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഫോട്ടോസ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്ക് പോകാറുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആപ്സ് ചെറുതായി ഒന്ന് റീഡിസൈൻ ചെയ്യുന്നതായിരിക്കും. ബാക്ക് പോകുമ്പോൾ സ്വൈപ്പ് ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് സെറ്റിങ്സിൽ മാറ്റാം. ഇത് ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കും. അടുത്ത ഫീച്ചറാണ് ഡാർക്ക് മോഡ്. ഒരുപക്ഷെ ഒരുപാട് പേര് ആഗ്രഹിച്ച ഫീച്ചറാണിത്. മുമ്പ് ഇത് പല ആപ്പുകളിലും ഡാർക്ക് മോഡ് ഫീച്ചറായി തന്നിരുന്നു എങ്കിലും ഇപ്പോൾ ഇത് OSൽ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ഫുൾ ഫോണിൻ്റെ വ്യൂ ഡാർക്ക് തീം ആവുകയാണ്. ഡാർക്ക് മോഡ് ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇത് നമ്മുടെ കണ്ണുകൾക്ക് കുറച്ച് ഈസിയാണ്. പിക്സൽ ഫോൺസ് UI അപ്ഡേറ്റിൽ OnePlus ഫോൺസിനെ പോലെ കസ്റ്റം കളർ തീംസ് ഇടാൻ പറ്റുന്നതായിരിക്കും. ഇത് പിക്സൽ 4 സീരീസിൽ മാത്രമാണോ അതോ എല്ലാ പിക്സലിലും ലഭ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പിക്സൽ UI കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ ഫോണ്ടായ ഗൂഗിൾ സാൻസ് ഫോണ്ട് സിസ്റ്റം ക്ലോക്കും നോട്ടിഫിക്കേഷൻ പാനൽ ഉൾപ്പെടെ പല സ്ക്രീൻസിലും യൂസ് ചെയ്തേക്കുന്നത് കാണാം. ഗൂഗിളിൻ്റെ ഓൾവേസ് ഓൺ ആംബിയൻ ഡിസ്പ്ലേ കുറച്ചധികം ഇൻഫർമേഷൻസ് കാണിക്കുവാനായി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സെറ്റിംഗ്സ് ആപ്പ് ചെറുതായി ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സെറ്റിംഗ്സ് മെയിൻ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വൈഫൈ സെറ്റിംഗ്സിൽ ഇപ്പോൾ ഹൈ പെർഫോമൻസ് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഗെയിംസ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് ആപ്സിന് ലാഗ് വരാതിരിക്കാൻ ആപ്സിന് ഇൻ്റർനെറ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതിനുള്ള സെറ്റിംഗ്സ് ആണ്. വൈഫൈ ഷെയർ ചെയ്യുന്നത് ആൻഡ്രോയിഡ് 10ൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ QR കോഡ് ഷെയർ ചെയ്ത് വൈഫൈ ഷെയർ ചെയ്യാം. പിക്സൽ ഫോൺസിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കും ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഫേം വൈബ്രേഷനും ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് വൈബ്രേഷനും ഉണ്ടാകും. ചാർജ് ചെയ്യാത്തപ്പോൾ ആൻഡ്രോയിഡ് 10 എസ്റ്റിമേറ്റഡ് ബാറ്ററി ടൈം നിങ്ങൾക്ക് കാണിച്ചു തരും. ആൻഡ്രോയിഡിൻ്റെ ഷെയറിംഗ് മെനു ഡിസൈൻ മാറിയിരിക്കുകയാണ്. ഇതുകൂടാതെ ഇത് കുറച്ച് ഫാസ്റ്റും കൂടിയാണ്. പ്രൈവസിക്ക് പ്രാധാന്യം നൽകുകയാണ് ആൻഡ്രോയിഡ് 10. പ്രൈവസി സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ എന്ത് കാണിക്കണം എന്ന് മുതൽ ഏതൊക്കെ ആപ്സ് നിങ്ങളുടെ ഡേറ്റ ആക്സസ് ചെയ്യണം എന്നുള്ള പെർമിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ ഡേറ്റ ആപ്സ് എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ള ഫീച്ചർ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഒരു ആപ്പ് ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ allow only while using this app എന്ന് സെറ്റ് ചെയ്യാം. ഇത് പെർമിഷൻ സെറ്റിംഗ്സിൽ പോയി പിന്നീടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പെർമിഷൻ സെറ്റിംഗ്സിൽ ഏതെങ്കിലും ആപ്പിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇതുകൂടാതെ ആൻഡ്രോയിഡ് 10 ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ലോഞ്ച് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തുന്നു. അതായത് മലീഷ്യസ് ആപ്സ് അഥവാ ബാഡ് ആപ്സിന് നമ്മുടെ അറിവില്ലാതെ ഓണായി ഡേറ്റ ചോർത്താൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സിൽ ഇനി എല്ലാ മെസ്സേജിംഗ് ആപ്സിനും ഗൂഗിളിൻ്റെ പ്രെഡിക്റ്റീവ് സ്മാർട്ട് റിപ്ലൈ ഉപയോഗിച്ച് റിപ്ലൈ നൽകാം. ഇതുകൂടാതെ മെസ്സേജസിലുള്ള ലിങ്ക്സും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണാം.
സ്ട്രീമിംഗ് ആപ്സിന് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ തന്നെ ഒരു പ്രോഗ്രസ് ബാർ തന്നിരിക്കുന്നു. ഏറ്റവും റീസെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണെന്ന് കാണിക്കാൻ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ചൈം ഐക്കോൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈലൻറ്റ് നോട്ടിഫിക്കേഷനായി സെറ്റ് ചെയ്തതെല്ലാം ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ അടിയിൽ കാണാൻ കഴിയും. നോട്ടിഫിക്കേഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒരു റീഡിസൈൻ കൺട്രോൾ മെനു നൽകിയിട്ടുണ്ട്. ഇതിൽ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ സൈലൻ്റ് ആക്കാനും അതുമല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാതിരിക്കാൻ സെറ്റ് ചെയ്യാം. ഗൂഗിളിൻ്റെ ഡിജിറ്റൽ വെൽബീയിങ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി നമ്മൾ എത്രത്തോളം സമയം ഒരു ആപ്പിൽ ചിലവഴിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന സ്ക്രീൻ ടൈം ഫീച്ചർ ഇപ്പോൾ റീസെൻ്റ് ആപ്സിൽ തന്നെ ആപ്പിൻ്റെ അടിയിലായിട്ട് കാണാൻ കഴിയും. ഒരു ആപ്പിന് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എത്ര നേരം വരെ ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും എന്ന് ഇത് കാണിച്ചു തരും. ഇതിനൊരു അപ്ഡേറ്റായി ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ ഉടനെ വരുന്നതായിരിക്കും. നമ്മളെ അധികം നോട്ടിഫിക്കേഷൻസ് അയച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്സ് എല്ലാം ഈ മോഡിൽ ബ്ലോക്ക് ചെയ്യുന്നതാണിത്. ഒരു തരത്തിൽ ഇത് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡാണെന്ന് പറയാം. ആൻഡ്രോയിഡ് 10ൻ്റെ മറ്റ് ഫീച്ചേഴ്സിൽ ഒന്നാണ് ലൈവ് ക്യാപ്ഷനിങ്. ഇത് യൂട്യൂബിലെ ഓട്ടോമാറ്റിക് ക്യാപ്ഷനിങ് പോലെയാണ്. ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ ഇത് ട്രാൻസ്ക്രൈബ് ചെയ്ത് സബ്ടൈറ്റിൽസ് കാണിക്കും. പക്ഷേ ഈ ഫീച്ചർ പിക്സൽ ഫോൺസ് മാത്രമായിരിക്കാനാണ് സാധ്യത. ആൻഡ്രോയിഡ് 10 ഫോട്ടോസിന് ഡെപ്ത് മാപ്പിംഗ് സപ്പോർട്ട് നൽകുന്നുണ്ട്. പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന പിക്ചേഴ്സിൻ്റെ ഫോക്കസ് മാനുവലി സെറ്റ് ചെയ്യാനാണിത്. അതുപോലെ ഫോൾഡബിൾ ഫോൺസ് ഇറങ്ങുന്നത് ആൻഡ്രോയിഡ് 10ലാണ്. സോ അൺഫോൾഡ് ചെയ്യുമ്പോൾ ആപ്സ് സ്കെയിൽ ചെയ്യാനുള്ള കഴിവ് ആൻഡ്രോയിഡ് 10ലുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ നല്ല റിവ്യൂസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ.